ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ വരുന്ന 9-ാം തീയതി ഇന്ത്യയിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് നമ്മൾ ഈ പ്രചരണ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഈ പൊതുപണിമുടക്കിന് ആസ്പദമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുടനീളം വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പൊതുപണിമുടക്ക് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ മെയ് മാസം 20-ാം തീയതി. എന്നാൽ കഴിഞ്ഞ മെയ് മാസം 20-ാം തീയതി ആ ഡേറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്ന സാഹചര്യം നമ്മുടെ ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരു യുദ്ധ സാഹചര്യം, പഹൽഗാം എന്ന ജമ്മു കാശ്മീരിന്റെ ഭൂപ്രദേശത്ത് ഉടലെടുത്ത ടൂറിസ്റ്റുകളെ നിഷ്ഠൂരമായി വെടിവെച്ച് കൊന്ന സംഭവത്തിൽ അതിനെ തുടർന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ കുറച്ചു ദിവസം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് നമ്മുടെ എല്ലാ പൊതുപരിപാടികളും ഇന്ത്യയിലാകെ മാറ്റിവെക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഈ പൊതുപണിമുടക്കും മാറ്റിവെക്കാൻ ഇടയായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊതുപണിമുടക്കിൽ നമ്മൾ ഉന്നയിക്കുന്ന 17 ആവശ്യങ്ങളാണ്, മുദ്രാവാക്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 11 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. BJP സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ജനസംഖ്യയിൽ 18% പേർ കൂടി ദരിദ്രരായി മാറി എന്നുള്ളതാണ് ഈ 11 വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിന്റെ നേട്ടം. ഇത് പറയുമ്പോൾ BJPയും അതുപോലെ തന്നെ നീതി ആയോഗ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2030 ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി, ജപ്പാനേക്കാളും മുകളിൽ. ഇപ്പോ അമേരിക്ക, അതുപോലെ തന്നെ അമേരിക്കയും ജർമ്മനിയും ഒക്കെ കഴിഞ്ഞാൽ ജപ്പാൻ. ആ ജപ്പാന്റെയും മുകളിൽ ഇന്ത്യ വരും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യത്തിന്റെയും വികസനത്തെ അല്ലെങ്കിൽ വികസനത്തിന്റെ തോത് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിശീർഷ വരുമാനമാണ്. എന്നാൽ ഇന്ത്യയിൽ മൊത്തം ഇന്ത്യയുടെ GDP, ആ GDP കണക്കാക്കുമ്പോൾ നമ്മൾ ജർമ്മനിയുടെ മുകളിൽ വരും എന്ന് പറയുന്നതിൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. കാരണം എന്താണ്, ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. ജപ്പാനില് നമ്മുടെ 10-1 അല്ലെങ്കിൽ 20-1 ജനസംഖ്യ മാത്രമാണ് ജപ്പാനിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ GDP കണക്കാക്കുമ്പോൾ, മൊത്തം ഉൽപാദനം കണക്കാക്കുമ്പോൾ ഇന്ത്യ ജപ്പാന്റെ മുകളിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ GDP നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യത്തിൽ
പെർ ക്യാപിറ്റ ഇനത്തിന്റെ കാര്യത്തിൽ നമ്മള് ലോകത്ത് തന്നെ ഏതാണ്ട് 62-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഓരോ മനുഷ്യന്റെയും ശരാശരി വരുമാനം, ഇതാണല്ലോ നമ്മുടെ വികസനത്തിന്റെ തോത് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ആ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 11 വർഷക്കാലം കൊണ്ട് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ രാജ്യത്തെ 18% പേരെ കൂടി ദരിദ്രരാക്കി മാറ്റുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ നേട്ടം. നമുക്കറിയാം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ, നടപടികൾ, നിയമങ്ങൾ, അതിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. തൊഴിലാളികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ നമുക്കറിയാം. ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തും സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുള്ള ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നപ്പോഴും ഉണ്ടായിരുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ നിരവധി നിയമങ്ങൾ, അല്ലെങ്കിൽ 100 കണക്കിന് നിയമങ്ങളുണ്ട്. എന്നാൽ സുപ്രധാനമായ 29 നിയമങ്ങളാണ് കേന്ദ്ര നിയമങ്ങളായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ 29 നിയമങ്ങളെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട്, റദ്ദാക്കിക്കൊണ്ട് പകരം 4 തൊഴിൽ കോഡുകളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ 4 തൊഴിൽ കോഡുകൾ ഇന്ത്യയിൽ പൂർണ്ണമായി നടപ്പിലാക്കുവാൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് എപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് നടപ്പിലാക്കുവാനുള്ള പരിശ്രമമാണ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷമാണ് അധികാരത്തിലുള്ളത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇവിടെ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് CITയുടെ നേതാവായിട്ടുള്ള വി ശിവൻകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ഈ തൊഴിൽ കോഡ് ഇപ്പോഴും കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. തൊഴിൽ കോഡ് നടപ്പിലാക്കിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത്. അതിൽ ഒന്നാമത്തത് നമ്മുടെ കൂലിയെ സംബന്ധിച്ചുള്ളതാണ്. നമ്മുടെ നിയമനവും കൂലിയും സംബന്ധിച്ചാണ്. സ്ഥിര നിയമനം വേണ്ട എന്നാണ് തൊഴിൽ കോഡിൽ പറയുന്നത്. ഒരു തൊഴിലാളിയെയും, അത് സർക്കാരാകട്ടെ, അർദ്ധ സർക്കാരാകട്ടെ, സ്വകാര്യ മേഖലയാകട്ടെ, ഒരു തൊഴിലാളിക്കും സ്ഥിരം ജോലി എടുക്കുവാനുള്ള അവകാശമില്ല. ഇപ്പൊ സ്ഥിര നിയമനമില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ കരാർ തൊഴിലാളികളെ കിട്ടണമെന്നാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്നിപ്പോ ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ്. ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങളുള്ള ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യൻ റെയിൽവേയിലെ 10 ലക്ഷത്തിലധികം 10 ലക്ഷം തൊഴിൽ അവസരങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് 3-3.5 ലക്ഷം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുകയാണ്. ആ ഇന്ത്യൻ റെയിൽവേയിൽ പുതിയതായിട്ട് ഒരു നിയമനവും നടക്കുന്നില്ല. അവിടെ ആകെ നടക്കുന്ന നിയമനം എന്ന് പറയുന്നത് ചില മേഖലകളിലും സ്കിൽഡ് ലേബേഴ്സിനെ, അതായത് സാങ്കേതിക തികവുള്ള, ഇപ്പോ ഡീസൽ എഞ്ചിൻ ഓടിക്കുവാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് എഞ്ചിൻ ഓടിക്കുവാൻ അതിന് ടെക്നിക്കലായി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടേ പറ്റൂ. അപ്പൊ അത്തരം പോസ്റ്റുകളിലേക്ക് ഉള്ള നിയമനമല്ലാതെ ബാക്കി മുഴുവൻ നിയമനവും, ടിക്കറ്റ് കൊടുക്കുന്നത്, ടിക്കറ്റ് വാങ്ങുന്നത്, ടിക്കറ്റ് പരിശോധിക്കുന്നത്, നമുക്ക് ചായ കൊണ്ടുതരുന്ന അതിന്റെ കാറ്ററിംഗ് സംവിധാനം, അതുപോലെ തന്നെ ക്ലീനിങ് സംവിധാനം മുഴുവൻ, അതുപോലെ അറ്റകുറ്റപ്പണി എല്ലാം മുഴുവനും ഇന്ന് കരാർ നിയമനമാണ്. കരാർ തൊഴിലാളികളാണ്. നിങ്ങൾ അവരോട് പോയി ചോദിച്ചാൽ അറിയാം. നേരത്തെ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം ഉണ്ടായിരുന്നത് സ്ഥിര ജീവനക്കാരും കേന്ദ്ര സർക്കാർ ജീവനക്കാരും എന്നുള്ള നിലയിൽ മാസശമ്പളം വാങ്ങിയിരുന്നവരാണ് എങ്കിൽ ഇന്നിപ്പോ 600 രൂപ, 680 രൂപ, 700 രൂപ നിരക്കിലുള്ള തുച്ഛമായിട്ടുള്ള ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരാണ് എന്ന് ഇന്ത്യൻ റെയിൽവേയില് മഹാഭൂരിപക്ഷം.
അപ്പൊ സ്ഥിര നിയമനം വേണ്ട എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അത് എല്ലാ മേഖലയിലും വ്യാപിപ്പിക്കുകയാണ്. നമ്മള് ഇപ്പോ IT മേഖല എടുക്കുകയാണെങ്കിൽ IT മേഖലയിൽ സ്ഥിര നിയമനമേ ഇല്ല. IT സെക്ടർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 20 വയസ്സ് മുതൽ ഒരു മനുഷ്യന്റെ യുവത്വം, അവന്റെ അധ്വാന ശക്തി ഏറ്റവും കൂടുതൽ അവന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഉത്പാദന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ അവന് ചെലവഴിക്കാൻ കഴിയുന്ന അവന്റെ ബുദ്ധിയെയും അവന്റെ കഴിവിനെയും അവന്റെ അധ്വാനത്തെയും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന 40 വയസ്സ് വരെ, 20 മുതൽ 40 വയസ്സ് വരെ അവന്റെ അധ്വാനത്തെ മുഴുവൻ ചൂഷണം ചെയ്തിട്ട്, അവന്റെ ബുദ്ധിശക്തിയെല്ലാം ചൂഷണം ചെയ്തിട്ട് അവസാനം ഒരു കരിമ്പിൻ ചണ്ടി പോലെ ഈ IT മേഖലയിൽ നിന്ന് 40-45 വയസ്സാകുമ്പോ അവരെ പുറന്തള്ളപ്പെടുകയാണ്. കാരണം സ്ഥിര നിയമനമല്ല, കരാർ നിയമനമാണ്. അത്തരത്തിൽ കരാർ നിയമനവും ദിവസക്കൂലി വേതനത്തിലും ഒക്കെയാണ് ഇന്ന് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികളുടെയും ഭാഗമായിട്ടുള്ള എല്ലാ നിയമനങ്ങളും. അതുകൊണ്ടാണ് CITU നമ്മൾ കാലാകാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാനമായ മുദ്രാവാക്യമാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം. എന്നാൽ ആ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളതിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കിക്കൊണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിര നിയമനം തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാ നമ്മള് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള മുദ്രാവാക്യം വെക്കുന്നതിന്റെ പ്രസക്തി ഇല്ലാതായി മാറുകയാണ്. അപ്പോൾ ഈ തൊഴിൽ കോഡുകൾ മൂലമുണ്ടാകുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന അതിൽ പറയുന്നത്, തൊഴിൽ കോഡുകളിൽ പറയുന്നത് എന്താണ്? നമുക്ക് സംഘടിക്കുവാനുള്ള അവകാശമില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് സംഘടിക്കുവാൻ, അങ്ങനെ സംഘടിച്ച് ഒരു യൂണിയൻ രജിസ്റ്റർ ചെയ്യുവാൻ, അങ്ങനെ യൂണിയൻ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ എത്ര സ്ഥിരം തൊഴിലാളിയുണ്ട് എന്നുള്ള രജിസ്റ്റർ ബുക്ക് വയ്ക്കണം. ഏത് സ്വകാര്യ സ്ഥാപനമായിരുന്നാലും, കോർപ്പറേറ്റ് കമ്പനി ആയിരുന്നാലും, പൊതുമേഖലാ സ്ഥാപനമായിരുന്നാലും അറ്റൻഡൻസ് രജിസ്റ്റർ വയ്ക്കണം. ആ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിക്കാൻ ലേബർ ഓഫീസർമാർക്ക് അധികാരമുണ്ട്. അങ്ങനെ ലേബർ ഓഫീസർമാർ പരിശോധിക്കുകയും എല്ലാ വർഷവും കൃത്യമായിട്ട് വ്യവസായ സ്ഥാപനമാണെങ്കിൽ അതിനാനുപാതികമായിട്ടുള്ള ലാഭവിഹിതം, ബോണസ് നൽകണം. അതുപോലെ തന്നെ അവന് ആനുകൂല്യങ്ങൾ നൽകണം, അവന് ലീവ് പരിഗണിക്കണം, ശമ്പളത്തോട് കൂടിയിട്ടുള്ള ലീവ് നൽകണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അത് പരിശോധിക്കുവാൻ സർക്കാരിന് അല്ലെങ്കിൽ ലേബർ ഓഫീസർക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പാണ് തൊഴിൽ വകുപ്പ് അല്ലെ. താഴെത്തട്ടിൽ പഞ്ചായത്ത് തലത്തിൽ ലേബർ ഓഫീസർ മുതല് ലേബർ കമ്മീഷൻ വരെയുള്ള ഒരു ശൃംഖല തന്നെ ഇതിനു വേണ്ടിയിട്ടുണ്ട്. തൊഴിലാളികളുടെ കാര്യങ്ങളും തൊഴിലാളികളുടെ ക്ഷേമവും തൊഴിലാളികളുടെ അവകാശങ്ങളും ഒക്കെ പഠിക്കാനും പരിശോധിക്കാനും നടപ്പിലാക്കാനും. എന്നാൽ ഈ തൊഴിൽ കോഡ് നടപ്പിലാക്കുന്നതോടുകൂടി ഇതിന്റെ യാതൊരു കാര്യവുമില്ല. കാരണം എന്താണ്? സ്ഥിര നിയമനമില്ല. അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഴ്ചയിൽ എത്ര മണിക്കൂറാണ് പണിയെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഉടമയാണ് തീരുമാനിക്കുന്നത്. ഉടമസ്ഥൻ പറയുന്നതനുസരിച്ചാണ്. തൊഴിൽ ഉടമയാരാണോ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ തൊഴിൽ ചെയ്യാൻ ബാധ്യസ്ഥമാകുക. അങ്ങനെ നിലവിലുള്ള എല്ലാ തൊഴിൽ മേഖലയെയും അതുപോലെ നമുക്ക് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ചാൽ അത് ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് ഈ തൊഴിൽ കോഡിൽ കാണുന്നത്. ആ കാരണം കൊണ്ട് തന്നെ ആ തൊഴിലാളിയെ അന്നേ ദിവസം തന്നെ പറഞ്ഞുണ്ടാക്കാം. ഇപ്പോൾ സാധിക്കുമോ? ഇപ്പോൾ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ ട്രേഡ് യൂണിയൻ സംഘടനകളുണ്ട്, അംഗീകൃത ട്രേഡ് യൂണിയൻ സംഘടനകൾ. നിങ്ങൾക്കറിയാം, ഇപ്പോ വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ്, അതുപോലെ തന്നെ KSRTC തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഹിതപരിശോധന നടത്തിയാണ് യൂണിയനിന് അംഗീകാരം നൽകുന്നത്. എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ഒരു ചർച്ചയ്ക്ക് വിളിക്കണമെങ്കിൽ അംഗീകാരമുള്ള യൂണിയനെ വിളിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അംഗീകാരം ഉള്ള അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള യൂണിയനുകൾ അവിടുത്തെ മാനേജ്മെന്റുമായി ഇരുന്ന് ചർച്ച ചെയ്ത് ബാർഗെയിൻ ചെയ്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾ വിലപേശുവാനുള്ള അവസരം ഇപ്പോഴുണ്ട്. എന്നാൽ ഈ തൊഴിൽ കോഡ് വരുന്നതോടുകൂടി ഈ അവകാശങ്ങളും ഈ അവസരങ്ങളും എല്ലാം ഇല്ലാതാകാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ
ഈ തൊഴിൽ കോഡുകൾ 4 തൊഴിൽ കോഡുകൾ നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഈ ഗവൺമെന്റിനെ പിന്നോട്ടടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഈ പണി അതിനെ പണിമുടക്കിലെ ശക്തി നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്തണം. രണ്ടാമത്തത് നമുക്കറിയാം, നമ്മുടെ സ്കീം വർക്കേഴ്സ് എന്ന് പറയുന്നത് തുച്ഛമായിട്ടുള്ള ഓണറേറിയത്തിൽ പണിയെടുക്കുന്ന ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, അതുപോലെ തന്നെ പാചക തൊഴിലാളികൾ, അതുപോലെ നമ്മുടെ NREG മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ഇവരെല്ലാം ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്കീമിന്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിലാളികളാണ്. ഇവർക്ക് ഇവരുടെ കൂലി എന്ന് പറയുന്നത് ഒരു മിനിമം വേജിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തപ്പെടുത്തിയിട്ടുള്ളതല്ല. അതിന് സർക്കാർ പറയുന്ന ന്യായം എന്താണ്? ഇവരാരും തൊഴിലാളികളല്ല. അപ്പൊ തൊഴിലാളികളുടെ നിർവചനത്തിൽ ഇവരാരും വരുന്നില്ല. അങ്ങനെ തൊഴിലാളികളുടെ നിർവചനത്തിൽ ഇവരാരും വരാത്തത് കൊണ്ട് ഇവർക്കൊന്നും തൊഴിലാളികൾക്ക് നൽകേണ്ടത്, ഒരു തൊഴിലാളിയാണെങ്കിൽ അംഗീകൃത തൊഴിലാളിക്ക് അവന്റെ മിനിമം വേതനം കൊടുക്കണം. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം വേതനം കൊടുക്കണം. ഇപ്പൊ അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും മിനിമം വേതനം ഉണ്ടോ? ഇല്ല. ഇപ്പോ നമ്മൾ ആവശ്യപ്പെടുന്ന മിനിമം വേതനം എത്രയാണ്? 26,000 രൂപയാണ്. ഒരു അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ഏതൊരു തൊഴിലാളിക്കും പ്രതിമാസം 26,000 രൂപ ശമ്പളം നൽകണമെന്നുള്ളതാണ്. ശമ്പളമല്ല, വേതനം നൽകണമെന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്നത്. അത് കാലാകാലങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മിനിമം വേജ് കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിന്റെ അടിസ്ഥാനത്തിലാണ്, വിലക്കയറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി, വില സൂചികയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ 26,000 രൂപ, ഇന്ന് 26,000 രൂപ വേണമെന്ന് 21,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് SUCI എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പാലായി പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകർ ഒരു 10-45 വനിതകൾ, സഹോദരിമാർ അവിടെ സമരയിരിക്കുന്നത്. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം എടുത്തുകൊണ്ട് ഇതിനകത്ത് കാര്യമൊട്ടോ ഇല്ല. കാരണം ആശ എന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെന്റ് നൽകിക്കൊണ്ടിരുന്നത് 600 രൂപയാണ്. 600 രൂപയാണ് ആശാപ്രവർത്തകർക്ക് ഓണറേറിയമായി കഴിഞ്ഞ 9 വർഷത്തിന് മുമ്പ് വരെ നൽകിക്കൊണ്ടിരുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചാൽ ആ 600 രൂപയിൽ നിന്ന് ഇപ്പോ പടിപടിയായിട്ട് അത് 12,000 രൂപ വരെ പടിപടിയായിട്ട് ഈ സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ക്രമമായി കൂട്ടി. അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഇപ്പോ 10,000, 12,000, 14,000 രൂപ കിട്ടുന്ന അംഗൻവാടി വർക്കർമാരെ, ഹെൽപ്പർമാരെ സംബന്ധിച്ചിപ്പോൾ ബുദ്ധിമുട്ടെന്താണ്? കൃത്യമായിട്ട് അവർക്ക് ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ ലഭ്യമാക്കുവാനുള്ള സംവിധാനം അത് പലപ്പോഴും അവർക്ക് അവരുടെ ശമ്പളത്തിൽ നിന്ന് എടുത്ത് ചിലപ്പോൾ അവിടെ ചെലവഴിക്കേണ്ടി വരുന്നു. പിന്നീട് മാസാവസാനോ 2 മാസം കഴിഞ്ഞോ മാത്രമേ അത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരികെ റീഇംബേഴ്സ് ചെയ്യാവൂ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ട്. അപ്പൊ ഒരു അംഗൻവാടി ഹെൽപ്പർക്കോ അല്ലെങ്കിൽ വർക്കർക്കോ പോലും 12,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപയാണ് ഇപ്പോൾ ഉള്ള ശമ്പളം. യഥാർത്ഥത്തിൽ അവർക്ക് 21,000 അല്ല 26,000 രൂപയാണ് കൊടുക്കേണ്ടത്. പക്ഷെ അത് കൊടുക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്, നടപ്പിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റ് അതിന് തയ്യാറുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് ഇവരുടെ തൊഴിലാളിയുടെ നിർവചനത്തിൽ ഈ പറയുന്ന നമ്മുടെ ആശാ വർക്കർമാരെയും അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും എല്ലാം തൊഴിലാളികളുടെ നിർവചനത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇതാണ് രണ്ടാമത് നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു മുദ്രാവാക്യം. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടിതമായിട്ടുള്ള ഒരു ശക്തിയാണ് ഇന്ന് വനിതകളാണ് ആ രംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് വനിതകൾ, കോടിക്കണക്കിന് വനിതകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഈ സ്കീം വർക്കേഴ്സായിട്ട് വിവിധ പദ്ധതികളുടെ ഭാഗമായി പണിയെടുക്കുന്ന, കരാർ ജീവനക്കാരായി പണിയെടുക്കുന്ന കോടാനുകൂടി ആൾക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. അവർക്ക് ന്യായമായിട്ടുള്ള വേതനം നൽകണം. അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം നൽകണം. ഇതാണ് ഈ പണിമുടക്കിന് ആസ്പദമായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്ന മറ്റൊന്നെന്താണ്? നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായിട്ടുള്ള വില കിട്ടുന്നില്ല.
നമ്മുടെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കിട്ടുന്നില്ല. ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട്, ഇറക്കുമതി നയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ ആഭ്യന്തര കമ്പോളത്തിൽ വിറ്റഴിക്കപ്പെടേണ്ടുന്ന നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം വിദേശ രാജ്യങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വന്നിറങ്ങുകയാണ്. അത് മത്സ്യമായിരുന്നാലും തേങ്ങയായിരുന്നാലും അതുപോലെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളായിരുന്നാലും എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്നിപ്പോ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് തന്നെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കുരുമുളക്, അതുപോലെ തന്നെ റബ്ബർ, കുരുമുളക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു കാലത്ത് നമ്മൾ കേരളത്തിന്റെ കുത്തകയായിരുന്നു. എന്നാൽ കേരളത്തിന്റെ കുത്തകയല്ല ഇന്ന് തോന്നുന്നു. കാരണം കുരുമുളകെല്ലാം ഇഷ്ടം പോലെ ഇന്ന് ശ്രീലങ്കയിൽ നിന്നും കോട്ടിമാലയിൽ നിന്നും എല്ലാം തന്നെ ഈ കേരളത്തിലേക്ക് അടക്കം കുറഞ്ഞ വിലയ്ക്ക് ഇറക്കുമതി ചെയ്യാൻ വന്നിറങ്ങുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള തലതിരിഞ്ഞ ഇറക്കുമതി നയത്തിന്റെ ഫലമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് പാടുപെട്ട് വിളയിപ്പിക്കുന്ന വിളകൾക്ക് ന്യായമായിട്ടുള്ള വിള കിട്ടുന്നില്ല. ഈ വിള കിട്ടാത്തതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? തൊഴിലാളികൾക്ക് പണി നഷ്ടപ്പെടുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം പരമ്പരാഗത മേഖലയിൽ ഉണ്ടായിരുന്ന കയർ വ്യവസായമാണ്. ഇന്ന് കയറിന് ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ. പക്ഷേ ആ കയറ് ഉത്പാദിപ്പിക്കാൻ തൊഴിലാളികൾ ആരുമില്ല. കാരണം എന്താണ്? ഏറ്റവും കുറഞ്ഞ കൂലിയാണ് തൊഴിലാളിക്കുള്ളത്. 350 രൂപയ്ക്ക് പണിയെടുക്കാനായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കാൻ ആരാ തയ്യാറാകുന്നത്? പുതിയ തലമുറയിലുള്ള ഒരു തൊഴിലാളി രംഗത്തേക്ക് വരുന്നില്ല. ഇതിന്റെ ഫലമായിട്ട് കയർ ഉത്പാദനം കുറഞ്ഞു. അതൊരു ഭാഗം. രണ്ടാമത്തതോ, ആവശ്യത്തിനുള്ള ചകിരിയില്ല. ചകിരി വേണമെങ്കിൽ തൊണ്ട് വേണമെങ്കിൽ തേങ്ങ ഉണ്ടാകണം. ഇന്ന് നമ്മുടെ തെങ്ങുകളെല്ലാം തന്നെ, കേരളത്തിലെ തെങ്ങ് പൂർണ്ണമായും ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം നിരവധി രോഗങ്ങൾ, മഞ്ഞളിപ്പ് രോഗം, മണ്ഡലിപ്പ് രോഗം, അതുപോലെ തന്നെ മണ്ണച്ചീയൽ രോഗം, ഇങ്ങനെ നിരവധി രോഗങ്ങൾ പടർന്നു പിടിച്ച് ഉണ്ടായിരുന്ന തെങ്ങുകളെല്ലാം പണ്ട് കാലത്ത് നമുക്ക് തെങ്ങിൽ നിന്ന് 10 മൂട് തെങ്ങുണ്ടെങ്കിൽ അതിന്റെ കാപലം കൊണ്ട് നമ്മുടെ വീട്ടിലെ വിദ്യാഭ്യാസ ചെലവ്, അത്യാവശ്യം ആശുപത്രി ചെലവ് ഒക്കെ നടത്തി വന്നിരുന്നത് ഒരു തേങ്ങ വെട്ടി കൊടുത്ത് അത് കൊണ്ടുപോകുന്ന കൊപ്ര കച്ചവടം നടത്തുന്ന ചെറുകിട മുതലാളിയിൽ നിന്ന് ആ പൈസ മുൻകൂർ വാങ്ങി ആണ് പലപ്പോഴും ട്യൂഷൻ ഫീസ് കൊടുത്ത് മക്കളെ പഠിപ്പിച്ചിരുന്നത്. ഇതിപ്പോ നടക്കുന്നത്. ഇന്ന് നമുക്ക് അരയ്ക്കാൻ തേങ്ങയില്ല. 10, 20, 50 സെന്റുള്ള ആൾക്ക് പോലും വീട്ടാവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ തേങ്ങയില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ കാർഷിക മേഖലയിൽ, കാരണം ഇതെന്തോ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഉത്പാദിപ്പിക്കുന്ന നാളികേരത്തെക്കാൾ കൂടുതൽ നാളികേരം ഇവിടെ ശ്രീലങ്കയിൽ നിന്നും ലക്ഷദ്വീപ് അല്ലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇഷ്ടം പോലെ ഇവിടെ വന്നിറങ്ങുകയാണ്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്യുകയാണ്. ഇപ്പോ വെളിച്ചെണ്ണയ്ക്ക് വില ഉയർന്നു. കാര്യം എന്താണ്? കേരളത്തിൽ ഉത്പാദനമില്ല. കേരളത്തില് തേങ്ങ കിട്ടാനില്ലാത്ത സാഹചര്യം വന്നപ്പോ വെളിച്ചെണ്ണയുടെ വില ഇപ്പൊ ഉയർന്നു നിൽക്കുകയാണ്. അങ്ങനെ വെളിച്ചെണ്ണയുടെ വില ഉയർന്നു വന്നപ്പോ, നാളികേരത്തിന്റെ വില ഉയർന്നു വന്നപ്പോ നമ്മുടെ ഉള്ള തെങ്ങിൽ തേങ്ങയില്ലാത്ത. അപ്പൊ ഈ നിലയിൽ കാർഷിക മേഖലയിൽ ഒരു തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട്, ഒരു താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട്, ആ താങ്ങുവിലയുടെ അടിസ്ഥാനത്തിൽ കർഷകരെ സംരക്ഷിക്കുവാൻ നിയമം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷകർ വൻപിച്ച കാർഷിക മാർച്ച് നടത്തിയത്. കർഷകരുടെ മാർച്ച് നടത്തിയത്, ലോങ് മാർച്ച് നടത്തിയത്. ആ ലോങ് മാർച്ച് കണ്ട് വിറച്ചുപോയി. നരേന്ദ്രമോദിയുടെ ഭരണകൂടം ലോങ് മാർച്ച് കണ്ട് വിറച്ചുപോയി, അല്ലേ? അങ്ങനെയാണ് ഈ കാർഷിക നിയമം നടപ്പിലാക്കില്ല എന്ന്, കാർഷിക പരിഷ്കരണ നിയമം നടപ്പിലാക്കില്ല എന്ന് നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞു. എന്നാൽ ആ മരവിച്ച കാർഷിക നിയമം വീണ്ടും ഇന്ത്യയിൽ ഭാഗികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. അപ്പൊ അത് നിർത്തിവെക്കണം. ഇവിടെ കർഷകർക്ക് ന്യായമായിട്ടുള്ള അവന്റെ അവകാശങ്ങൾ, അവന് താങ്ങുവില ഉൾപ്പെടെ ലഭ്യമാക്കത്തക്ക നിലയിൽ ഈ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് മറ്റൊരു ആവശ്യം നമ്മൾ ഉന്നയിക്കുന്നത്.
മറ്റൊരു കാര്യം, തൊഴിലാളികളുടെയും കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവിതം ഈ മുതലേ ദുസ്സഹമാകുമ്പോൾ നമ്മൾ കൂലി കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുന്നത്, മിനിമം വേതനം വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു ദിവസത്തെ കൂലി കൊണ്ട് നമുക്ക് അന്നന്ന് കഴിയാനുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തത് കൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമാണ്. അപ്പൊ ആ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കുറയ്ക്കണം. ആ നിത്യോപയോഗ സാധനങ്ങൾക്ക് നിയന്ത്രിത വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നതാണ് കേരളം അരി വിഹിതം ചോദിച്ചപ്പോ ഇവിടെ നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഓണത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ നാടും ഒക്കെ അണിഞ്ഞൊരുങ്ങുമ്പോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓണസദ്യയാണ്. അപ്പൊ ആ ഓണസദ്യ ഒരുക്കാൻ കഴിയാതെ ഒരു കുടുംബവും വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ സർക്കാർ, കേരള സർക്കാർ എല്ലാ വർഷവും ഓണക്കാലത്ത്, അതുപോലെ തന്നെ ബക്രീദിന് അല്ലെ റംസാന്, അതുപോലെ തന്നെ ക്രിസ്മസിനൊക്കെ 5 കിലോ അരി ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ചെയ്യാറുണ്ട്. എന്നാൽ ഈ 5 കിലോ അരി ഓണക്കാലത്ത് കൊടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിനോട് അധികമായി ചോദിച്ചപ്പോ അത് തരാൻ കഴിയില്ല എന്നാണ് നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ നിലയിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനോ പൊതുവിതരണ സമ്പ്രദായത്തെ മെച്ചപ്പെടുത്തുന്നതിനോ നടപടി സ്വീകരിക്കാത്ത ഒരു കേന്ദ്ര ഗവൺമെന്റ്, ആ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അർഹമായത് നൽകുന്നുണ്ടോ? കേരളത്തിന് അർഹമായ വിഹിതം നൽകുന്നുണ്ടോ? ഇല്ല. കേരളത്തിന് അർഹമായ വിഹിതം നൽകുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന നയങ്ങളും നിയമങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുക. ഇപ്പോ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അടിയന്തര പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടുന്ന ഫണ്ട് നമുക്ക് ലഭ്യമാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള, ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളുള്ള സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. അല്ലേ? കേരളത്തിലെ വിദ്യാലയങ്ങളെ സംബന്ധിച്ച് ആർക്കെങ്കിലും കുറ്റം പറയാൻ സാധിക്കുമോ? കേരളത്തിലെ ഇപ്പോ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ ഒരു കെട്ടിടം, അതിന്റെ കാലാവധി കഴിഞ്ഞ ഒരു കെട്ടിടമാണ്. അവിടെ പുതിയ ഒരു ബഹുനില മന്ദിരം തൊട്ടടുത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ആ പഴയ കെട്ടിടത്തിന്റെ ഒരു ഭാഗം, ഒരു കോൺക്രീറ്റ് ചെയ്ത ഒരു ഭാഗം പൊളിഞ്ഞ് അടർന്നു വീണു. നിർഭാഗ്യവശാൽ ഒരു സഹോദരി അതിനടിയിൽപ്പെട്ട് മരണപ്പെട്ടു. എന്തൊരു കോലാഹലമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 9 വർഷക്കാലത്തിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണോ ഇന്നത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ? പെരുമാത്ര പ്രാഥമികാരോഗ്യ കേന്ദ്രം, തൊട്ടപ്പുറത്ത് 5 CHSC നോക്കുക. അതുപോലെ ഇവിടെ ആനന്ദപട്ടത്തിൽ സബ് സെന്റർ, അതിന് സ്വന്തമായിട്ട് കെട്ടിടം. ഇവിടെ ചെറൈയിൽ താലൂക്ക് ആശുപത്രിയിൽ തലയുയർത്തി നിൽക്കുന്ന 7 നില മന്ദിരം. അല്ലെ, എന്ത് മാറ്റമാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായത്. പക്ഷേ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന നിലയിൽ ഒരിക്കലും അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അതിന്റെ ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം എടുത്തു കാണിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായി ഉയർന്നു വന്ന കേരളത്തെ ലോകത്താകെ ഉയർത്തി കാണിക്കുവാൻ രാഷ്ട്രീയ വൈരാഗ്യത്തോട് കൂടിയിട്ടുള്ള എന്തൊരു ബന്ധപ്പാടാണ് ഇപ്പൊ കോൺഗ്രസുകാരും UDF-കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, വിദ്യാഭ്യാസ അല്ലെ ആരോഗ്യമന്ത്രിയെ തടയുന്നു, അതുപോലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ടിക്കറ്റ് ചെയ്യുന്നു, ആവശ്യങ്ങൾ നടക്കുന്നു. നാട്ടിലാകെ ക്രമസമാധാനം തന്നെ വഷളാക്കത്തക്ക നിലയിൽ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ഏതൊരു ആശുപത്രിയായാലും ഇപ്പോ ചെറൈയിൽ താലൂക്ക് ആശുപത്രി, അതുപോലെ അല്ലെങ്കിൽ വക്കം CHSC, അവിടെയെല്ലാം കേന്ദ്ര ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായിട്ട് അവിടെയെല്ലാം താൽക്കാലികമായിട്ട് കോൺട്രാക്ട് വ്യവസ്ഥയിൽ കരാറടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ വെക്കുമായിരുന്നു. RSPOE എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലാഭം, എത്ര വലിയ ടെസ്റ്റ് ഉണ്ടെങ്കിലും സ്കാൻ ചെയ്യുന്നതടക്കം സൗജന്യമായിട്ട് ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു പദ്ധതിയുടെ കീഴിലായിരുന്നു. ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു നയാ പൈസ ഈ ആരോഗ്യ മേഖലയിൽ ദേശീയ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് നൽകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക.
അപ്പോൾ ഈ മുഴുവൻ ചെലവും സംസ്ഥാനം തന്നെ വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധന സാമഗ്രികളുടെ പേര് ചുമത്തുന്ന GST എന്ന് പറയുന്ന നികുതി പണം എവിടേക്കാണ് ചെല്ലുന്നത്? കേന്ദ്രത്തിലേക്കാണ് ചെല്ലുന്നത്. കേന്ദ്രത്തിൽ നിന്ന് നികുതി പണം GSTയിൽ നിന്ന് അർഹമായ വിഹിതം കേരളത്തിൽ നൽകുന്നുണ്ടോ? നിങ്ങൾ നൽകുന്നില്ല. അതിന് പറയുന്ന ന്യായം എന്താണ്? നിങ്ങൾ കേരളം വളരെയധികം വികസിച്ചു കഴിഞ്ഞു. ഇനി വികസിക്കാത്ത കുറെ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെ വികസിക്കാതിരുന്നത് ഞങ്ങളുടെ കുറ്റമാണ്. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ കുറ്റമാണോ? അവിടെ ഇത്രയും കാലം കോൺഗ്രസും BJP ഭരിച്ചിട്ട് UP-യിലും ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും മാറ്റം ഉണ്ടായില്ലെങ്കിൽ അതിന്റെ പാവഫലമെല്ലാം നമ്മൾ അനുഭവിക്കണമെന്നാണ്. നമുക്ക് ഇവിടെ നൽകുന്നത് മൊത്തം പദ്ധതി വിഹിതത്തിന്റെ 1.9%. എന്നാൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് UP-ക്കും ഗുജറാത്തിനും രാജസ്ഥാനും എല്ലാം കൊടുക്കുന്നത് 18% മുകളിലാണ്. അപ്പൊ ഇതാണ് ഈ കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന. അപ്പൊ നമ്മുടെ വരുമാന സ്രോതസ് എല്ലാം കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും കേന്ദ്രം അതെല്ലാം തന്നെ ഏറ്റെടുക്കുകയും ചെയ്തതിനു ശേഷം നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിനെ വറുതിയിലാക്കി വരിഞ്ഞു മുറുക്കിക്കൊണ്ട് സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ഇടതുപക്ഷവും പരിശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കേരളം ഇന്ത്യക്ക് ഒരു മാതൃകയായി മാറുന്നത്. ഒരു ബദൽ സംവിധാനം ഇന്ത്യയിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഒരു ബദൽ ഗവൺമെന്റ്, ഇതിന് പകരം വയ്ക്കുവാൻ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ പ്രവണതയുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ അപ്രമാദിത്വത്തിന് പകരം വയ്ക്കുവാനുള്ള ഒരു സർക്കാർ ഇന്ത്യയിലുണ്ട്. അത് കേരളമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. ആ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഇവിടെ നമ്മുടെ പാവപ്പെട്ട നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ പിതാക്കന്മാർക്ക്, അവർക്കെല്ലാം 62 ലക്ഷം പേർക്കാണ് 1600 രൂപ നൽകുന്നത്. 1600 രൂപ ഇപ്പോ 2 മാസത്തെ കുടിശ്ശികയാണ് ഇതിനുള്ളത് അല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എതിരെ പ്രയോഗിച്ച ഏറ്റവും വലിയ ആയുധം പെൻഷൻ നൽകുന്നില്ല എന്നുള്ളതായിട്ട്. ആ പെൻഷൻ നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതിരോധത്തിലാക്കിയ ഈ നാട്ടിൽ ഇനിയിപ്പോ ഈ വരാൻ പോകുന്ന ഓണക്കാലത്തോടു കൂടി പൂർണ്ണമായും കുടിശ്ശിക കൊടുത്തു തീർക്കുക. 62 ലക്ഷം കുടുംബങ്ങൾക്ക് 1600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ? ഈ BJP ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അത്തരത്തിൽ നമ്മുടെ കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരായിട്ട് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഈ അനീതിക്കെതിരായിട്ട് അതോടൊപ്പം തൊഴിൽ കോഡുകൾ നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിൽ കോഡുകൾ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള തൊഴിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ സ്ത്രീ വർക്കേഴ്സിന് ന്യായമായിട്ടുള്ള ശമ്പളം അവർക്ക് നൽകണം. ന്യായമായിട്ട് അവർക്ക് ദിവസ കൂലി ഇനത്തിൽ അല്ലെങ്കിൽ അവരുടെ മിനിമം വേതനം 26,000 രൂപയായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് നമ്മൾ ഈ പണിമുടക്ക് നടത്തുന്നത്. ഈ പണിമുടക്ക് നടത്തുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ പ്രവർത്തകരാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും. ഈ പൊതുപണിമുടക്ക് കഴിഞ്ഞ മെയ് 20-നാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പൊ അതിന്റെ പ്രചരണമെല്ലാം നന്നായി അന്ന് വന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോ 9-ാം തീയതിയാണ് പണിമുടക്കെങ്കിലും ഇന്നും നമ്മുടെ നാട്ടിൽ പലരും അറിഞ്ഞിട്ടില്ല. 29-ാം തീയതി കട തുറന്നുകൂടാ, യാത്ര ചെയ്തുകൂടാ, യാത്ര ഒഴിവാക്കണം എന്ന് നമ്മുടെ ബഹുജനങ്ങൾ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ജാഥ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഈ ജാഥ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ പൊതുപണിമുടക്കിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ പൊതുപണിമുടക്കിന്റെ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായി ഇതുമായി എല്ലാവരും സഹകരിക്കണം. കടകളടച്ച് വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാതെ യാത്രകൾ ഒഴിവാക്കി ഞങ്ങളുമായി സഹകരിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനാണ് ഇത്തരത്തിൽ ഒരു പ്രചരണ ജാഥ CITU-ന്റെയും AITC-യുടെയും അതുപോലെ തന്നെ മറ്റ് ഘടക യൂണിയനുകളുടെയും സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജാഥ ഇവിടെ നിന്നും ഇന്നിപ്പോ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനം.